കേട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? അപ്പൊ പോവാല്ലേ? ഓക്കെ. സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പം പൂജവെപ്പിന്റെ അവധിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാനിതാ റെഡിയായി. എങ്ങോട്ടാ പോണേ? ഞാൻ ചെറിയൊരു ട്രിപ്പ് പോവാണ് എൻ്റെ ഫ്രണ്ടും ഫാമിലീൻ്റെ ഒപ്പം. ഞാൻ മാത്രമേ പോകണുള്ളൂ, ഈ വീട്ടിൽ നിന്ന് വേറെ ആരും പോകണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പോവാം. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബാഗും ഉണ്ട്, പപ്പ കൊണ്ടാക്കി തരുവാണ് ഗൈസ്. പോക്കറ്റ് മണി. താങ്ക് യു ഗൈസ്. അപ്പം ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോ ആരും റെഡി ആയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ പോവാൻ പോകുന്നത് കക്കാടം പോയി ഗൈസ്. അപ്പം ഞങ്ങൾ പോവാൻ ഇറങ്ങി. അപ്പം 2 പിക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, കോടമഞ്ഞ്. ഞാൻ പ്രതീക്ഷ അതേമാതിരി തന്നെ വന്നു. കോടമഞ്ഞ് ഒരു വര കണ്ടു കണ്ടോ? ഒരു വലിയ വര ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങനെ പാർക്കിൽ വന്നു. ടിക്കറ്റ് കൂടെ എടുക്കണം, പുറത്തുനിന്ന് പോവാം. വെയിലും ഉണ്ട്, ചെറിയ തണുപ്പും ഉണ്ട്, എന്നാലും ചൂടില്ല, വേർക്കണ ചൂടൊന്നുമില്ല ഗൈസ്. ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ എന്താടി പറയാ, ഫ്രീ എൻട്രി ഇല്ല എന്നാണ് പറയണത്. അപ്പം എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ കയറാൻ പറ്റുള്ളൂ. ഫോഗി മൗണ്ടെയിൻ ആണ്, ഇവിടെ ടിക്കറ്റ് എടുക്കാതെ കയറാൻ പറ്റൂല എന്നാണ് ഇവർ പറയണത് ഗൈസ്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ അമ്മയൊക്കെ കയറിയിട്ടുള്ളതാണ് ഗൈസ്. പക്ഷെ ഇവിടെ ടിക്കറ്റ് എടുക്കാതെ ഇപ്പം അങ്ങനെ എൻട്രി ഇല്ല എന്നാണ് പറയണത് ഗൈസ്. ഇനി ഞങ്ങൾക്ക് പൊക്കത്തേക്ക് വരെ കയറണം. ഞങ്ങൾ ഫസ്റ്റ് സിപ്പ് ലൈനിലാണ് പോണത്. അടിയിൽ നോക്കുമ്പോ എടുത്തുകൂടില്ലേ പോണേ. ഇനിയുണ്ട് കയറാൻ ഗൈസ്. ഇവിടെ പെരും തിരക്ക്, ദൂരം നല്ല ദൂരമുണ്ട്, പെരും തിരക്ക് അവിടെ. എന്തൊരു അഡ്വഞ്ചർ ആക്കി എടുത്തിട്ട് പോയി മാത്രം. ഇടയിൽ കുറെ പേര് കയറുന്നുണ്ട് ഗൈസ്. തല്ലും നല്ല പേടിയുണ്ട്. എടി, എന്റെ തോളത്തൊരു കാനല്ലേ ഇല്ലേ? അതാണ് അറിയില്ലേനു. ഞാൻ എന്റെ തോളത്ത് കാനം നോക്കിട്ട് ഞാൻ നോക്കിയതാണ്. This is the very dangerous way. പറയണ്ടേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പിന്നെ അങ്ങനെ വരും. ക്യാമറ എന്നെ പിടിക്കാൻ ഞാൻ ഇവിടെ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി രണ്ടുപേരും. ഇനി നമ്മൾ രണ്ടാമത്തേല് കയറുകയാണ്. ഇതിൽ പോയാലേ പകുതിക്കെന്ന് വെച്ച് നിൽക്കാൻ പറ്റും.
നമ്മള് ലോക്കഡാണ് അങ്ങനെ കിട്ടേക്കാണ്. സിപ്പ് ലൈനിൽ ഞങ്ങള് കേറി. ഇനി ഞങ്ങള് അതില് കയറാൻ പോവാണ് കേട്ടോ. ആ വീമായിരുന്ന സാധനം കണ്ടോ. ഇനി ഇതിലാണ് കഴിച്ച് ഞങ്ങള് കേറണത്. ഓക്കെ ഓക്കെ. മുറുക്കി പിടിച്ചാ സ്പീഡ് കൂടും. അപ്പൊ ഞങ്ങള് ഇതെന്താ ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇത് ക്രേസി സ്പിന്നിങ്ങോ എന്താ ഇതങ്ങനെ പോയി അങ്ങനെ മുകളിൽ ഇങ്ങനെ വരും. ഞങ്ങളങ്ങനെ റൈഡിൽ കയറി ജയന്റ് സ്വിങ്ങിലും കൂടെ കയറാനുണ്ട്. അപ്പൊ അതിലും കൂടെ കയറിയിട്ട് കഴിഞ്ഞില്ലേ, അതും കൂടെ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. 7up കുടിക്കാണ്, 7upഉം സ്നിക്കേഴ്സും. ഗൈസ് ഞങ്ങൾ ജയന്റ് സ്വിങ്ങില് കയറാൻ പോവാണ്. ആ ഊഞ്ഞാല് യോ ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുന്നു. പേടിയാണ് പറഞ്ഞ ദൈവം ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവള് പേടിപ്പിക്കുന്നുണ്ട് ഗൈസ്.
ഗൈസ് എനിക്ക് ഇങ്ങനൊരു പേടി റോളർ കോസ്റ്ററിൽ പോയപ്പോഴും ഉണ്ടായിരുന്നില്ല. എനിക്കെന്താ അറിയില്ല, ഈ ഊഞ്ഞാല് എനിക്കതൊരു മുന്നിൽ കൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര പേടി. അല്ലല്ല, എനിക്ക് പേടിയാണ്, നല്ല പേടിയാണ് ഗൈസ്. മുമ്പില് കൊക്കായിട്ടൊന്നല്ല. ബോർഡ് എക്സാം ചക്ക ആ ഹാളിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയാലോ. അതെ, അപ്പൊ ആ ഒരു പേടി പോലെ ഇതിന് ആവശ്യമല്ല. നമ്മളിത് ചെയ്തിരിക്കും കമോൺ. എനിക്കുണ്ടല്ലോ ആ മുന്നിക്ക് പോണത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ബാക്കിക്ക് പോണതാ. ബാക്കിക്ക് പോയിക്കോട്ടെ എന്താ ഫ്രണ്ട്സ്. അപ്പൊ അമ്മയൊക്കെ വന്നു. അപ്പൊ നമ്മള് കച്ചേരിയിൽ കയറി. ഇവിടെ തണുപ്പുണ്ട് അല്ലേ? അഭിമാനം എന്താ വേണ്ടേ? സാൻഡ്വിച്ചോ? ഫ്രണ്ട്സ്, അപ്പൊ ക്ലബ് സാൻഡ്വിച്ച് വന്ന് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാസ്തയാണ് ഓർഡർ ചെയ്തത്. പാസ്ത വരട്ടെ. നല്ല ക്രീമി പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, പാസ്ത വന്നിരിക്കുന്നത് എൻ്റെ സാധനം. ഞാൻ വേറെ ഒന്നും തിന്നിട്ടില്ല. മീൻസ് ഇവിടെ വന്നിട്ട് ഇപ്പം ഇതാണ് ഫസ്റ്റ് കഴിക്കുന്നത്. ഇറങ്ങി പോയില്ലേ ഫ്രണ്ട്സ്? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എത്ര സമയം ഒരു ഐഡിയ ഇല്ല ഗായ്സ്. അപ്പം ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ 9:45 ഇറങ്ങിയതാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പം ഇന്ന് ടോട്ടലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടായി, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അങ്ങനെ കോഴിക്കോട് ജില്ലയിലാണോ ഫോഗി മൗണ്ടെയിൻ? ആണല്ലേ. എല്ലാവരും ചോദിച്ചു കോഴിക്കോടാണോ? അല്ല, മലപ്പുറത്തു നിന്നാണല്ലേ വരുന്നത് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മലപ്പുറം അല്ലേ അപ്പോൾ ഇത്. പിന്നെ മനസ്സിലായി കോഴിക്കോട് ജില്ലയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇനിയിപ്പോൾ നാളെ പൂജവെപ്പൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇവര്. എനിക്ക് പിന്നെ പൂജവെപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.